നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞു കാണും. മെറ്റ എ, അതായത് എ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇനി വാട്സപ്പിലൂടെയും ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് പോലും നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല പലരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെറ്റ എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിനോടൊപ്പം തന്നെ എങ്ങനെ മെറ്റ എ നമുക്ക് ചാറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റ എ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. പലരും പറയുന്നുണ്ട് വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഫീച്ചറിന്റെ ആവശ്യമുണ്ടോ, വാട്സപ്പിൽ സാധാരണ ഒരാൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ തന്നെ സമയമില്ലായിരിക്കുമ്പോൾ എന്തിനാണ് ഈ എ ഫീച്ചറൊക്കെ വാട്സപ്പിൽ ആഡ് ചെയ്തതെന്ന് ആ രീതിയിൽ കമന്റ് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇതിന്റെ ആവശ്യം സത്യത്തിൽ ഇല്ല. പക്ഷെങ്കിൽ ഇതുണ്ടെങ്കിലും പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉപയോഗിക്കുക. അതിൻ്റെതായിട്ടുള്ള കുറേ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിൽ ഈ മെറ്റ എ ഉപയോഗിച്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനിത് എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ എല്ലാ വാട്സപ്പ് അക്കൗണ്ടിലും ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലർക്കും മെറ്റ എ കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ സൈഡിലായിട്ട് ഇതേപോലെ ഒരു സർക്കിൾ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെറ്റ എയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മെറ്റ എ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യത്തില്ല എന്നും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ എയിലേക്ക് ഓപ്പൺ ആയി. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് മെറ്റ എയുടെ. അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ ഫ്യൂച്ചറിൽ മെറ്റ എയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയത്തില്ല എങ്ങനെ ആയിരിക്കും അത് വരാൻ പോകുന്നത്. എന്നാലും ഇപ്പം പ്രസന്റ് ടൈമിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. മെറ്റയുടെ എ ഓപ്പൺ ആക്കാനായിട്ട് ഈ കാണുന്ന സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് മെറ്റ എ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. ഓപ്പൺ ആകുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ കുറെ ചോദിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഒരു ഇമേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ പ്രോംപ്റ്റുകൾ എഴുതി കൊടുത്തുകൊണ്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ബർത്ത്ഡേ ഇമേജ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പൊ അതേപോലെ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഇമേജ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ബർത്ത്ഡേ ഇമേജ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ആവും. പക്ഷേ ആ ഇമേജിനുള്ളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് നമ്മൾ നല്ല വൃത്തിയായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ആയി വരിക. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഏത് രീതിയിലുള്ള ഇമേജ് ആണ് ക്രിയേറ്റ് ആയി വരുന്നതെന്ന്. ഓക്കെ, ഇപ്പം ഒരു ബർത്ത്ഡേ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചായിരിക്കും ഇമേജുകൾ ക്രിയേറ്റ് ആവുക. ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. ഞാനിവിടെ മറ്റൊരു പ്രോംപ്റ്റ് എഴുതി ക്രിയേറ്റ് ഇമേജ് ഇന്ത്യൻ വുമൺ വർക്കിംഗ് ഓൺ കിച്ചൺ എഴുതി. അപ്പൊ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി വരുന്നതെന്ന്. നോക്കി, ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഇമേജ് ക്രിയേറ്റ് ആയി. പക്ഷേ നമുക്ക് ഇതിൽ ഇമേജ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജിൽ ആനിമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആനിമേറ്റ് ദിസ് ഇമേജ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകൾ നമുക്ക് ഈ രീതിയിൽ ആനിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതൊരു ജിഫ് ഫയലായിട്ട് ക്രിയേറ്റ് ആവും. നോക്കിയോ, ഇതൊരു ജിഫ് ഫയലാണ്. അപ്പോൾ ഇങ്ങനെ ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ട കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജുകൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ട്രെൻഡിങ് റീൽസ് ഓൺ ടുഡേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇന്നത്തെ റീൽസ് ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എന്ത് കാര്യങ്ങളും നമുക്ക് ഇവിടെ ചോദിച്ച് അതിനുള്ള ആൻസർ ഈ രീതിയിൽ മെറ്റ എ കൊണ്ടുത്തരും. ഇനി നമുക്ക് സെൻഡ് ട്രെൻഡിങ് യൂട്യൂബ് വീഡിയോ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെൻഡ് ട്രെൻഡിങ് യൂട്യൂബ് വീഡിയോ എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കിട്ടിയത് റീൽസ് തന്നെയാണ്. യൂട്യൂബുമായിട്ട് മെറ്റ എക്ക് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീൽസ് അല്ലെങ്കിൽ മെറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ അവർ നമുക്കിവിടെ റിസൾട്ട് ആയിട്ട് തരിക. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ റൈറ്റ് റിപ്ലൈ ഫോർ ക്യാൻ യു ഹെൽപ്പ് മീ. അതായത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി എങ്ങനെ മെറ്റ തരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ഇതേപോലെ സജഷൻ സഹിതമായിരിക്കും തരുന്നത്. നമുക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും ചാറ്റ് ചെയ്തു അതിന് പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നില്ല, അവരെന്താണ് ഇംഗ്ലീഷിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരെ ഇവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെറ്റ എ സജഷൻസ് വരും. അത് നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെറ്റ എ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടി മെസ്സേജുകൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിവിടെ @ ഇട്ടിട്ട് ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ മെറ്റ എ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ജോക്ക് എന്ന് സെൻഡ് ചെയ്യുകയാണ്.
ദാ ഒരു ജോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും അയക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പറ്റും. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഹൂ ഈസ് ദ US പ്രസിഡന്റ് എന്ന് എഴുതിയിട്ട് വിത്ത് ഫോട്ടോയാണ് ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹൂ ഈസ് US പ്രസിഡന്റ് വിത്ത് ഫോട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുകയാണ്. പ്രസിഡന്റ് ആരാണെന്നും ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് വിത്ത് ഫോട്ടോ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കുകൾ അടക്കമാണ് ഇവിടെ ആൻസർ വന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോ റിപ്ലൈ നമുക്ക് ലഭിക്കുക. വീണ്ടും നമുക്ക് തിരിച്ച് മെറ്റ എയിലേക്ക് വന്നാലോ. ഞാനിവിടെ ക്യാൻ യു ഗീവ് റിപ്ലൈ ഇൻ മലയാളം എന്ന് ഒന്ന് സെൻഡ് ചെയ്യുകയാണ്. ഞാൻ ഈ മെസ്സേജ് അയച്ചപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അതിൻ്റെ റിപ്ലൈ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല. ഇവിടെ വന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം ബട്ട് ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് മലയാളത്തിലും ഈ ഒരു മെറ്റ AI പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ പല ലാംഗ്വേജസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെ ലാംഗ്വേജസിൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് മറ്റേതെങ്കിലും ഒരു ലാംഗ്വേജ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. ഞാനിവിടെ ക്യാൻ യു ഗീവ് റിപ്ലൈ ഇൻ ഹിന്ദി എന്ന് അടിച്ചു നോക്കുകയാണ്. ഓക്കെ, ഹിന്ദിയിൽ റിപ്ലൈ വരുമോ നോക്കാം. ഓക്കെ, ഹിന്ദിയിൽ ടൈപ്പ് ആവുന്നുണ്ട്, പക്ഷേങ്കിൽ ഹിന്ദിയിൽ ടൈപ്പ് ആകുന്നേ ഉള്ളൂ. അത് ഫുൾ വർക്കിങ്ങിലായിട്ടില്ല, ബീറ്റ വേർഷനിലാണെന്ന് തോന്നുന്നത് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ, അതായത് ഒരു കറക്റ്റ് ആൻസർ തരാൻ പറ്റാത്തത് കൊണ്ട് അവർ ആ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ലാംഗ്വേജിലും നമുക്ക് മെറ്റ AI ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം ഈ പ്രസന്റ് ടൈമിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നിയത് നമുക്ക് ഏത് രീതിയിലുള്ള പ്രോംപ്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഇമേജസ് ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടും എന്നുള്ളതാണ്. അപ്പം പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിൽ നമുക്ക് ഇമേജുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ മെറ്റ AI ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മെറ്റ AI ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകളും കൊടുക്കുന്ന പ്രോംപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ മെറ്റ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിനെ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അവർ ഈ ഡേറ്റകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഈ മെറ്റ AI ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് മെറ്റ എയുടെ ത്രൂ നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അതിൽ അയക്കുന്ന ബാക്കി മെസ്സേജുകൾ എങ്ങനെയായിരിക്കും, അതും വാട്സപ്പ് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ വാട്സപ്പ് റീഡ് ചെയ്യുമോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇല്ല, അത് കറക്റ്റായിട്ട് നമ്മൾ ഈ മെറ്റ എയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് പറയുന്നുണ്ട് നമ്മൾ അയക്കുന്ന നമ്മുടെ പേഴ്സണൽ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ബാക്കി മെറ്റ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും ഫ്യൂച്ചറിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയോ അവർ ഉപയോഗിക്കും. എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇങ്ങനെയൊരു ഫീച്ചറിന്റെ ആവശ്യമുണ്ടോ വാട്സപ്പിൽ? ഇതില്ലെങ്കിലും വാട്സപ്പ് ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണിത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.